ഹായ്, നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു റോൺസിനെ അറിയോ? ഒരു സീരിയൽ ആക്ടർ. പുള്ളി സീസൺ 4 ഉണ്ടായിരുന്നത്, അതായത് ഡോക്ടർ റോബിന്റെ സീസണിൽ. അദ്ദേഹം 90 ദിവസത്തിൽ കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നന്നായി കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കളിക്കാതെ ചുമ്മാ അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം നമ്മൾ പുള്ളിയെ കണ്ടിട്ടില്ല, പുള്ളിയുടെ ഇന്റർവ്യൂ അതുപോലുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പുള്ളി സിനിമയിലൊക്കെ തിരക്കിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിയുടെ സിനിമയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ അഖണ്ഡ 2 ഇറങ്ങുന്നുണ്ട് എന്നും പറയുന്നു. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിൽ ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. PR-നെ കുറിച്ചും എയർപോർട്ടിൽ ജനങ്ങൾ സ്വീകരിക്കാൻ എത്തുന്നതിനെ കുറിച്ചൊക്കെ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ബിഗ് ബോസ് സീസൺ 4 കണ്ടസ്റ്റന്റ് ആയിരുന്നു. കണ്ടസ്റ്റന്റ് എന്നല്ല, ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ആയിരുന്നു. സോ അതിനുശേഷം ആ ഒരു പ്ലാറ്റ്ഫോം എന്തെങ്കിലും ലൈഫിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ റിയാലിറ്റി ഷോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മറ്റു ചാനൽസിലുള്ള റിയാലിറ്റി ഷോ പോലെ തന്നെ ഇതും ഒരു റിയാലിറ്റി ഷോ മാത്രമാണ്. ഇതിന്റെ ഒരു PR കൊണ്ടാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്. മറ്റവരാരും PR ചെയ്ത ഹൈപ്പ് ഉണ്ടാക്കുന്നില്ല. ഇതിനൊരു PR നടക്കുന്നുണ്ട്. ആ ഒരു ഹൈപ്പ് നടക്കുന്നത് അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസ് കഴിഞ്ഞ ആൾക്കാർ ആ ഒരു ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ആ ഒരു ലോകത്ത് തന്നെയാണ് അവർ ജീവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു ബിഗ് ബോസിന്റെ ഒരു പേര് പറഞ്ഞിട്ട് ജീവിക്കേണ്ട ഒരു സമയവും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, സിനിമ അപ്പത്തേക്ക് വന്നു, അത് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുറച്ചായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയി. ബിഗ് ബോസ് ഇസ് ജസ്റ്റ് ഷോ, ജസ്റ്റ് റിയാലിറ്റി ഷോ. വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇറ്റ്സ് ടോട്ടലി എ നെഗറ്റീവ് ഷോ. അങ്ങനെ തന്നെ പറയണം, ഇറ്റ്സ് ടോട്ടലി എ നെഗറ്റീവ് ഷോ. നിങ്ങൾ മറ്റു ചാനൽസിൽ കാണുന്ന റിയാലിറ്റി ഷോ പോലെയല്ല, ഇറ്റ്സ് ടോട്ടലി എ നെഗറ്റീവ് ഷോ. ഈ നെഗറ്റീവ് ഷോ നിങ്ങൾ എന്തിനു കാണുന്നു, അതാണ് കാര്യം. സത്യമാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്താണ് നല്ല കണ്ടന്റ്സ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എല്ലാവരും ഒരു ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി കാണുന്നു മാത്രം പറയാം. രണ്ടുപേര് തമ്മിൽ അടി കൂടുക അല്ലെങ്കിൽ വീട്ടിനകത്ത് അടി കൂടുന്നത് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ടോട്ടലി നെഗറ്റീവ് ആണ്. സത്യമാണ്. കാരണം ഒരാൾ നല്ല പോസിറ്റീവായിട്ട് കയറി ചെല്ലുന്നവർ പിന്നെ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊരിക്കലും ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് പോയത് എനിക്ക് ഫിനാൻഷ്യലി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പോയി. എനിക്കതിൽ പോയി, അതിൽ ഗുണമുണ്ടായി. ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സത്യമായിട്ടും പറയാം. ജീവിതത്തിൽ അല്ല, മുന്നുള്ള സീസണും എൻ്റെ സീസണും അതിന് ശേഷമുള്ള സീസൺ ഐ നെവർ യൂസ് ടു വാച്ച് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. എനിക്ക് ഇത്രയും ടെൻഷനായിട്ട് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ടെൻഷനാണ്, മനസ്സിലായില്ലേ. അങ്ങനൊരു സാധനം നമ്മൾ വീട്ടിൽ കാണും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയത് എനിക്ക് ഫിനാൻഷ്യലി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പോയി. ഇത് നിങ്ങളെ വീട്ടിലിരുന്ന് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുന്നല്ലാതെ, വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവാല്ലാതല്ലാതെ വേറെ എന്താ ഗുണമുള്ളത്? ഒരു ഗുണമില്ല. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 2 ദിവസം റൂമിൽ പൂട്ടിയിടും. അതിനുശേഷമാണ് നമുക്ക് മൊബൈൽ ഫോൺ കിട്ടുള്ളൂ. അതായത് നമ്മൾ ടെലികാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം, നമ്മൾ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയതിനു ശേഷമാണ് നമുക്ക് മൊബൈൽ ഫോൺ കിട്ടുള്ളൂ. മൊബൈൽ ഫോൺ കിട്ടി ഞാൻ മൊബൈൽ ഫോൺ ഓണാക്കുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ കോള് വരുന്നത് ഒരു PR ഏജൻസി. PR ഏജൻസി വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്, സാർ ഞങ്ങളിങ്ങനെ PR ടീമാണ്, നിങ്ങളെപ്പോഴാണ് വരുന്നത്, നാട്ടിലേക്ക് വരുന്നത്? അപ്പം നമ്മൾ എയർപോർട്ടിൽ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവം? അല്ല, ഞങ്ങൾ എത്ര ബസ്സിൽ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആളെ കൊണ്ടുവരും. എന്നിട്ട് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കും. അത് ഇത്ര പൈസയാണ്. പിന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് സ്ത്രീകളൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയും. ഭയങ്കര സെന്റിമെന്റൽ സീൻസ് ഒക്കെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സെലിബ്രിറ്റീസിനൊക്കെ നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് അവർ നിങ്ങൾക്ക് മാലയിടും, നിങ്ങളെ സ്വീകരിക്കും. പിന്നെ നിങ്ങൾക്ക് പോകാൻ എന്ത് കാർ വേണം, ബെൻസ് വേണോ, റേഞ്ച് റോവർ വേണോ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കൊണ്ടുവരും. അവിടെ ഒരു ആക്ടിങ് അല്ല, ഇവരൊരു മൊത്തം ജൂനിയർ ആർട്ടിസ്റ്റ് ക്രൂവിനെ വിളിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണത്, മനസ്സിലായില്ലേ. ശരിക്കും പ്രഷർ ഇപ്പോഴും വിചാരിക്കും ശരിക്കും ആൾക്കാർ ഇവരെ കാണാൻ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവര് എന്ന് എയർപോർട്ട് പോയാൽ ഇതേപോലെ ആള് കൂടണ്ടേ? അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇല്ലല്ലോ, പിന്നെ ആരും നോക്കുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു സാധനമൊക്കെ ഈ പറഞ്ഞ പോലെ PR വർക്ക് ആണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു,
ഇതിനൊക്കെ ഒരു എമൗണ്ടും പറഞ്ഞു. ഇത്ര എല്ലാം ലക്ഷങ്ങളുടെ കളികളാട്ടോ അതൊക്കെ. 1000 പേരൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത്. ബസ്സിൽ 1000 പേരൊക്കെ കൊണ്ടുവന്നിട്ട് എയർപോർട്ട് മൊത്തം നിറച്ച് ജയ് വിളിക്കാനും ഇതിനൊക്കെ ഭയങ്കര പൈസയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ദിവസം ബിഗ് ബോസിന്റെ അകത്ത് 92 ഡേയ്സ് ഞാൻ നിന്ന് സ്ട്രഗിൾ ചെയ്തത് എന്തിനാണെന്നറിയാം? എനിക്ക് കാശിന് ആവശ്യമുള്ളൂ. ഇതിങ്ങനെ കാറ്റ് പറത്താനുള്ളതല്ല, എനിക്ക് എന്റെ വീട് പണി തീർക്കാനുണ്ട്. അതിനാണ് ഞാൻ വന്നത്. അല്ല, അപ്പൊ നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ ആരുണ്ടാവും? ഞാൻ പറഞ്ഞ എയർപോർട്ടിൽ വരുമ്പോൾ എന്റെ ഭാര്യ ഉണ്ടാവും വിളിക്കാൻ. എനിക്ക് അത് മതി, അത്രേ ആവശ്യമുള്ളതാണ്. സോ അതാണ് ഈ PR എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. ബിഗ് ബോസ് ഒരു ഇപ്പോഴും എല്ലാവരുടെ മൈൻഡിൽ നിൽക്കുന്നത് തന്നെ PR ഉള്ളതുകൊണ്ടാണ്. വേറെ സംഭവമൊന്നുമില്ല, ജസ്റ്റ് എ ഷോ. കേട്ടല്ലോ, ഇതാണ് റോൺസൺ പറയുന്നത്. റോൺസൺ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് എന്റർടൈൻമെന്റ് ആണ് ഈ ബിഗ് ബോസിലൂടെ കിട്ടുന്നത്? രണ്ടുപേർ തമ്മിൽ തല്ലുകൂടുന്നതിൽ എന്ത് എന്റർടൈൻമെന്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എനിക്ക് കാശിന് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത്, അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് നിന്നത് കാശിന് വേണ്ടിയാണ് എന്നാണ് റോൺസൺ പറയുന്നത്. റോൺസൺ കഷ്ടപ്പെട്ട് ചുമ്മാ അങ്ങനെ ഇരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഒന്നും മിണ്ടാതെ, ഒരക്ഷരം പോലും മറ്റുള്ളവർക്കെതിരെ സംസാരിക്കാതെ അങ്ങനെ നിന്ന് 92 ദിവസത്തോളം നിന്ന വ്യക്തിയാണ്. ഇനി പുള്ളി PR-ന്റെ കാര്യം പറയുന്നുണ്ട്. പുള്ളി PR കൊടുത്തിട്ടാണ് അവിടെ നിന്നത് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പുള്ളി അത്രയും ദിവസം അവിടെ നിന്നത് ഒന്നും ചെയ്യാതെ. എന്നിട്ട് പുള്ളി മറ്റുള്ളവർക്ക് PR ഉണ്ട്, എയർപോർട്ടിൽ അവർ വന്നിറങ്ങുമ്പോൾ ജനങ്ങൾ കൂടുന്നത് PR കൊണ്ടാണ് എന്ന തരത്തിലാണ് പുള്ളി പറയുന്നത്. അതായത് പുള്ളിക്ക് ഇങ്ങനെ ഒരു കോള് വന്നു, PR ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു, എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും, നിങ്ങൾക്ക് ജയ് വിളിക്കും, സ്ത്രീകൾ പൊട്ടിക്കരയും, നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരയും എന്നൊക്കെ PR ടീം പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത്. കുറച്ച് ലക്ഷങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇത് പുള്ളി തൻ്റെ കാര്യമായിട്ടാണ് പറയുന്നതെങ്കിലും മറ്റുള്ളവർക്കും കൂടിയുള്ള ഒരു കൊട്ടാണ്. അവർ പറയുന്ന കാര്യം ഇതാണ്: മറ്റുള്ളവർ ആദ്യം ഇറങ്ങുമ്പോൾ ജനങ്ങൾ തടിച്ചുകൂടുന്നു, പിന്നീട് അവർ എയർപോർട്ടിൽ പോകുമ്പോൾ എന്തുകൊണ്ട് പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. ഇതെല്ലാം PR ആണ് എന്നുള്ളതാണ്. ഒരു ഷോ കഴിഞ്ഞ് ഒരാൾ വരുമ്പോൾ അയാൾ ഏത് സമയത്ത് എങ്ങനെ വരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അയാളെ കാണാൻ ജനങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് പിന്നെ ജനങ്ങൾ കൂടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല ആ വ്യക്തി പിന്നീട് എപ്പോൾ എയർപോർട്ടിൽ പോകുന്നു എന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ ഒരു പരിപാടിക്ക് വരുമ്പോൾ തീർച്ചയായും അവിടെ പ്രേക്ഷകർ അടിച്ചു കയറും. പക്ഷേ എയർപോർട്ടിൽ മമ്മൂട്ടിയോ മോഹൻലാലോ വന്ന് ഇറങ്ങുമ്പോഴോ കയറുമ്പോഴോ പ്രേക്ഷകർ തടിച്ചു കൂടാറുണ്ടോ? അത് ഉണ്ടാവാറില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല എപ്പോഴാണ് മമ്മൂട്ടിയും മോഹൻലാലും പോകുന്നത് വരുന്നത് എന്നൊന്നും അറിയില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇതൊരു ഷോയാണ്. ആ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും മനസ്സിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസ് തങ്ങി നിൽക്കും. എല്ലാ കണ്ടസ്റ്റൻസും അല്ല, അതിൽ ഏറ്റവും നന്നായി കളിക്കുന്ന ആൾക്കാർ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. അവർക്ക് ആദ്യം ജയ് വിളിക്കും. അത് അങ്ങനെയാണ്. പിന്നീട് ആ ഫാൻ ബേസ് നിലനിർത്തിക്കൊണ്ട് പോവേണ്ടത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ആണ്. അത് ചെയ്യാത്ത ആൾക്കാർക്ക് പിന്നീട് ഫാൻ ബേസ് ഉണ്ടാവില്ല, ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഫാൻ ബേസ് ഉണ്ടാവും. ഇപ്പോൾ ഇയാളുടെ സീസണിൽ ഡോക്ടർ റോബിൻ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് അത്രയേറെ ജനങ്ങൾ തടിച്ചുകൂടി. അത് PR കൊണ്ടല്ല എന്നുള്ളത് പുള്ളി ആദ്യം മനസ്സിലാക്കണം. പുള്ളിക്ക് ഈ പറഞ്ഞ ഫാൻ ബേസ് കിട്ടിയില്ല. അത് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അതായത് ബിഗ് ബോസ് കൊണ്ട് പുള്ളിക്ക് പണം മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി ഒന്നും കിട്ടിയില്ല. അതിന്റെ ഒരു കുശുമ്പ് അത് ഇയാൾക്ക് മാത്രമല്ല ഭൂരിഭാഗം കണ്ടസ്റ്റൻസിനും ഉണ്ട്. അതായത് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയുക എന്നുള്ള പരിപാടി. അതിപ്പോൾ റോൺസണും പറയുന്നു എന്ന് മാത്രം. റോൺസൺ മാത്രമല്ല, ഭൂരിഭാഗം കണ്ടസ്റ്റൻസും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് PR ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവർക്ക് PR ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ജനങ്ങൾ. അതെല്ലാം PR പൈസ കൊടുത്ത് വന്ന ജനങ്ങളാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ കുശുമ്പ്, അസൂയ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഒരു ഷോയിൽ പോകുന്നു, കുറേ ആൾക്കാർ ഒന്നും ആവാതെ പുറത്താവുന്നു, കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആയി തീരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അസൂയ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.